ഹലോ, വെൽക്കം ബാക്ക് ടു ലേൺ ആൻഡ് ഗ്രോ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ക്ലാസ് 7 ബേസിക് സയൻസിലെ ചാപ്റ്റർ 1 അല്ലേ, ടുവാർഡ്സ് എ 100-fold yield ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ, പിന്നെ ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ടുവാർഡ്സ് എ 100-fold yield അല്ലേ. അപ്പോൾ ഇതിന് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു പിക്ചർ കൊടുത്തിട്ട് എന്താണ്, നല്ലൊരു കളർഫുൾ പിക്ചറാണ്. അപ്പോൾ അതിലൊരു കുട്ടി ഇവിടെ ഒരു പ്ലാന്റ് ചെയ്യുന്നുണ്ട് അല്ലേ, ഒരു ചെടി നടുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ വലിയൊരു മാംഗോ ട്രീ ഉണ്ട്, അതിൽ നിറയെ മാംഗോസും ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഈ കുട്ടി ഇവിടെ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ പ്ലാന്റ് ചെയ്യുന്നുണ്ട് അല്ലേ കുട്ടി. അപ്പോൾ അവൾ പറയാണ്, വെൻ വിൽ മൈ മാംഗോസ് ട്രീ ബിയർ മാംഗോസ് ലൈക്ക് ദാറ്റ് ബിഗ് ട്രീ. എൻ്റെ ഈ ഒരു മാംഗോ, അവൾ മാംഗോ തൈയാണ് നടുന്നുള്ളത്. അപ്പോൾ മാംഗോ തൈയാണ് അവൾ നടുന്നുള്ളത്. അപ്പോൾ അവൾ പറയാണ്, ആ വലിയ മാംഗോ ട്രീ പോലെ ഇതെപ്പോഴാണ് മാംഗോസ് നിറയെ പിടിക്കുക എന്നാണ് ഈ കുട്ടി ചോദിക്കുന്നത്. അപ്പോൾ ആ ബിഗ് ട്രീ പറയാണ്, ഹാവ് പേഷ്യൻസ്, യുവർ മാംഗോ ട്രീ വിൽ ഓൾസോ ഗിവ് യു ലോഡ്സ് ഓഫ് മാംഗോസ് വിത്തിൻ 8 to 10 years. ക്ഷമയോടെ കാത്തിരിക്കൂ, നിൻ്റെ മാംഗോ, ഈ ഒരു ചെടിയും എന്താവും, നിങ്ങൾക്ക് കുറേ മാംഗോസ് തരും. എപ്പോഴേ, ഒരു 8 to 10 years. അതുവരെ നീ ക്ഷമയോടെ കാത്തിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണോ? അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഒരു മാംഗോ തൈ നട്ടിട്ട് ഒരു 8 മുതൽ 10 വർഷം വരെ കാത്തിരുന്നാലാണ് മാംഗോസ് കിട്ടുക അല്ലേ, എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കുമ്പോൾ കിട്ടും. ഓക്കെ, you may have seen different types of mango tree in your home and surroundings. Ask the elders in your home how long it will take for the mango saplings to grow and produce mangoes. What are your expectations while planting and nurturing a mango sapling? ഓക്കെ, അപ്പോൾ നേരത്തെ ചോദിച്ച പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, നമ്മൾ കുറേ ടൈപ്സ് ഓഫ് മാംഗോസ് കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, പാരൻസിനോടൊക്കെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ നമ്മളെ മാംഗോ ട്രീ പറഞ്ഞ പോലെ 8 to 10 years ഒക്കെ ആവുമോ ഒരു മാംഗോ തൈ മുളച്ച് അതിൽ മാംഗോസൊക്കെ ഉണ്ടാവാൻ അത്രയും ടൈം എടുക്കുമോ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ആർ യുവർ എക്സ്പെക്റ്റേഷൻ വൈൽ പ്ലാന്റിങ് ആൻഡ് നർച്ചറിങ് എ മാംഗോ സാപ്ലിംഗ്. അപ്പോൾ നമ്മുടെ ഒരു മാംഗോ ട്രീ ചെടി മാംഗോ തൈ നടുമ്പോൾ നമ്മളുടെ എക്സ്പെക്റ്റേഷൻ എന്തായിരിക്കും എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെയുള്ള ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഒരു 3 കുട്ടികളുണ്ട് ഇവിടെ അല്ലേ. അപ്പോൾ ഒരാൾ പറയാണ്, ഷുഡ് ഗെറ്റ് എ ലോട്ട് ഓഫ് മാംഗോ. നമ്മുടെ എക്സ്പെക്റ്റേഷനൊക്കെ എന്താണ്, അതിൻ്റെ ആൻസറാണ് ഷുഡ് ഗെറ്റ് ലോട്ട് ഓഫ് മാംഗോ. ഒരു കുട്ടി പറയാണ്, കുറേ മാങ്ങകൾ ഉണ്ടാവണം. രണ്ടാമത്തെ, മസ്റ്റ് സ്റ്റാർട്ട് ഈൽഡിങ് അറ്റ് ദ ഏർലിയസ്റ്റ്. പെട്ടെന്ന് തന്നെ മാംഗോ പിടിക്കണം അല്ലേ. പിന്നെ മാംഗോ ഷുഡ് ബി സ്വീറ്റ്, നല്ല മധുരമുള്ള മാങ്ങകളായിരിക്കണം. Okay, aren't our goals the same while cultivating fruit, vegetables or cereals too? അപ്പം നമ്മുടെ എന്തൊരു പ്ലാന്റിങ് ചെയ്യുമ്പോൾ, മാംഗോ ട്രീ ഇത് മാത്രമല്ല, വേറെ എന്ത് വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ എന്ത് പ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഗോൾസ് ഇത് തന്നെയായില്ലേ. അപ്പോൾ എന്താണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ആർ ദ ഗോൾസ് വൈൽ കൾട്ടിവേറ്റിംഗ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സീരിയൽസ്. അപ്പോൾ ആൻസർ എന്താണ്, ഷുഡ് ഈൽഡ് ക്വിക്ക്ലി, മസ്റ്റ് ഈൽഡ് പ്ലെൻറ്റി, ഈൽഡ് ഷുഡ് ഹാവ് ഗുഡ് ക്വാളിറ്റി. ഷുഡ് ഈൽഡ് ക്വിക്ക്ലി, പെട്ടെന്ന് ഉണ്ടാവണം അല്ലേ, എന്തുണ്ടാവണം പെട്ടെന്ന് ഉണ്ടാവണം. പിന്നെ കുറേ ഉണ്ടാവണം, പക്ഷേ ഉണ്ടാവുന്നത് ഗുഡ് ക്വാളിറ്റി ഐറ്റംസ് ആയിരിക്കണം അല്ലേ. ഓക്കെ, വാട്ട് തിങ്സ് ആർ ടു ബി ടേക്കൺ കെയർ ഓഫ് അച്ചീവ് ദസ്. ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ ഇതൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ടേക്കൺ കെയർ ചെയ്യണം നമ്മളൊരു പ്ലാന്റിങ് ചെയ്യുമ്പോൾ. നമ്മളത് സയൻസ് ഡയറിയിൽ എഴുതാനാണ്, ഡിസ്കസ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്നാമത്തെ കൊടുത്തിട്ടുണ്ട്, ഗുഡ് സീഡ് പ്ലാന്റിങ് മെറ്റീരിയൽ ഷുഡ് ബി യൂസ്ഡ്. എന്താണ്, നല്ല ഗുഡ് സീഡ് നല്ല ക്വാളിറ്റിയുള്ള സീഡായിരിക്കണം പ്ലാന്റ് ചെയ്യേണ്ടത് അല്ലേ. പിന്നെ സെക്കൻഡ് വൺ എന്തായിരിക്കും പറയാൻ പറ്റുമോ? ഷുഡ് ബി പ്രോപ്പർ ഫെർട്ടിലൈസർ ഷുഡ് ബി യൂസ്ഡ് അല്ലേ. പിന്നെ എന്താണ്, അഡക്വേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ഷുഡ് ബി, നല്ല രീതിയിലുള്ള വാട്ടറും നമ്മൾ ആഡ് ചെയ്യണം.
അല്ലേ? ഇതൊക്കെയാണ് പറയുന്നത്. നല്ലതായിട്ട് വെള്ളം അല്ലേ, വെള്ളം ഏറ്റവും അത്യാവശ്യമാണ്. പിന്നെ ഫെർട്ടിലൈസറും യൂസ് ചെയ്യണം. ഓക്കെ, സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽ. അപ്പം നമുക്ക് നോക്കാം. ഇപ്പോൾ പറഞ്ഞു നല്ല സീഡായിരിക്കണം. അപ്പോൾ സീഡ് എങ്ങനെയുള്ളതായിരിക്കണം, എന്താണ് അതിൻ്റെ ഇത് എന്ന് നോക്കാം. ഹാവിൻഡ് യു ഹിയർഡ് ദ പ്രോവർബ് വിത്ത് ഗുണം 10 ഗുണം? വിത്ത് ഗുണം 10 ഗുണം എന്നൊരു പ്രോവർബ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് വിത്ത് ഗുണം 10 ഗുണം എന്ന് വെച്ചാൽ? വിത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും അതിൻ്റെ തൈ മുളച്ച് ഒരു മരമായി കഴിഞ്ഞാൽ, അല്ലേ? വിത്തുള്ള ഗുണം തന്നെയാണ് തൈയുടെ ഗുണം. അതിൽ നിന്നും കിട്ടുന്ന ഫ്രൂട്ട്സിൻ്റെ ഗുണം അത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ വിത്ത് നന്നായിട്ട് സെലക്ട് ആക്കിയാൽ നമുക്ക് കിട്ടുന്ന പ്ലാന്റിലുണ്ടാകുന്ന ഫ്രൂട്ട്സും നല്ല ഗുണമുള്ളതായിരിക്കും, അല്ലേ? അപ്പോൾ ഇവിടെ 3 പിക്ചർ തന്നിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൻ ബിലോ. ഈ പിക്ചർ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് ക്വസ്റ്റ്യൻ താഴെ കുറച്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അതിന് ആൻസർ ചെയ്യാം. അപ്പോൾ പ്ലാന്റ് ഉണ്ട്, അതിൽ നിന്ന് ഫ്രൂട്ട് നമ്മൾ സെലക്ട് ചെയ്യും, അതിൽ നിന്നാണ് സീഡ് സെലക്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. വാട്ട് ആർ ദ സീഡ്സ് ഫോംഡ്? വാട്ട് അബൌട്ട് ഫ്രൂട്ട്? വാട്ട് ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡർഡ് വൈൽ സെലക്ടിങ് ദ ബെസ്റ്റ് സീഡ്? വേർ ആർ ദ സീഡ് ഫോംഡ്? സീഡ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ, അല്ലേ? അപ്പോൾ ഫ്രൂട്ട് എവിടെയാണ്? ഒരു മരത്തിന്മേൽ, അല്ലേ? ട്രീയിൽ. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഒരു ബെസ്റ്റ് സീഡ് സെലക്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമ്മൾക്ക് എന്താണ് ഇവിടെ നോക്കാം. ഇവിടെ 2 പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്, അല്ലേ? പ്ലാന്റ് 1ഉം പ്ലാന്റ് 2ഉം. ലുക്ക് അറ്റ് ദിസ് പ്ലാന്റ്. വിച്ച് ഈസ് ദിസ് പ്ലാന്റ് വുഡ് യു ചൂസ് ടു കളക്ട് സീഡ് ഫ്രം ആൻഡ് വൈ? അപ്പോൾ 2 പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 പ്ലാന്റിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു ടൊമാറ്റോ പ്ലാന്റ് ആണ് ഇവിടെ ഉള്ളത്. ടൊമാറ്റോ നടാൻ ഉദ്ദേശിച്ചു. അപ്പോൾ ഇതിലേത് പ്ലാന്റിൽ സീഡായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാം? പ്ലാന്റ് 1 ആയിരിക്കും, അല്ലേ? എന്തുകൊണ്ടാണ്? കാരണം പ്ലാന്റ് 1ൽ ധാരാളം ഫ്രൂട്ട്സ് ഉണ്ട്, അല്ലേ? അപ്പോൾ ധാരാളം ഫ്രൂട്ട്സ് ഉള്ളത് നമ്മൾ സെലക്ട് ചെയ്യാൽ, നമ്മൾ അതിൻ്റെ വിത്തിട്ടാൽ ഇതേപോലെ ധാരാളമായിട്ട് ഫ്രൂട്ട്സ് ഉണ്ടാവും, അല്ലേ? ധാരാളമായിട്ട് ഈ ഒരു ടൊമാറ്റോസ് ഉണ്ടാവും, അല്ലേ? ഏതൊരു പ്ലാന്റ് ആണെങ്കിലും. യു നോ ദാറ്റ് എ സിംഗിൾ പ്ലാന്റ് ക്യാൻ പ്രൊഡ്യൂസ് മെനി ഫ്രൂട്ട്സ് ഫ്രം വിച്ച് ഹാർവെസ്റ്റിംഗ് സ്റ്റേജ് ഷുഡ് ബി സെലക്ടഡ് ടു ഗെറ്റ് സീഡ്. Are the fruit formed at the initial and final stages of lifespan of the plant ideal for seed selection? ഓക്കെ, അപ്പം നമുക്ക് ഏത് ടൈമിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് ആണ് ഏറ്റവും ബെസ്റ്റ് സീഡ് ചെയ്യാൻ? ഇനീഷ്യൽ സ്റ്റേജസിൽ, ഒരു പ്ലാന്റിൽ ഇനീഷ്യൽ സ്റ്റേജസിൽ ഉണ്ടാകുന്ന ഫ്രൂട്ടാണോ ഫൈനൽ സ്റ്റേജസിൽ ഉണ്ടാകുന്ന ഫ്രൂട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. സീഡ് ഷുഡ് ബി കളക്റ്റഡ് ഫ്രം ദ റിപ്പൻ ഫ്രൂട്ട് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ മിഡിൽ ഓഫ് പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. എന്താണ് നമ്മൾ സീഡ് കളക്ട് ചെയ്യുമ്പോൾ എപ്പോഴും റിപ്പൻഡ്, നല്ല പഴുത്ത ഫ്രൂട്ടായിരിക്കണം. വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ പ്ലാന്റ് ലൈഫ് സ്പാൻ. ഇനീഷ്യലും ഫൈനലും ഒന്നല്ല, അതിൻ്റെ നടുവിൽ എന്ന് വെച്ചാൽ ഈ പ്ലാന്റിൻ്റെ ലൈഫ് സ്പാനിൽ ഏറ്റവും മിഡിലിൽ പിടിച്ച ഫ്രൂട്ട്സ് ആയിരിക്കണം നമ്മൾ സീഡിന് വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. പ്ലാന്റ് ലൈക്ക് ലേഡീസ് ഫിംഗർ ആൻഡ് പീ കണ്ടെയ്ൻ ന്യൂമറസ് സീഡ് ഇൻ എ സിംഗിൾ ഫ്രൂട്ട്. അപ്പോൾ ലേഡീസ് ഫിംഗറും പീ പ്ലാന്റിലൊക്കെ എന്താണ്, ഒരു ഇതിൽ തന്നെ കുറേ സീഡ്സ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഈ സീഡ്സ് ഒക്കെ നമ്മൾ പ്രൊഡക്ഷന് ഹെൽപ്പ്ഫുള്ളാണോ? ഓക്കെ, എന്താണ് അപ്പോൾ ചോദിക്കുന്നത്? ഈ സീഡൊക്കെ നമ്മളെ പ്രൊഡക്ഷന് ഹെൽപ്പ്ഫുള്ളാണോ? എല്ലാമല്ല, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്ന് ഫ്രൂട്ടിനെ സെലക്ട് ചെയ്യുന്നതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഫ്രൂട്ടിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ സീഡ് സെലക്ട് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ സീഡ് ഷുഡ് ബി കളക്റ്റഡ് ഫ്രം ദ ഓക്കെ. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു ലേഡീസ് ഫിംഗറോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ നിറയെ സീഡ്സ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ അത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന് നോക്കാം. ഷേപ്പ്, സൈസ്, വെയ്റ്റ്, സീഡ് കോട്ട്. ഇതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട
ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സീഡിൻ്റെ ഷേപ്പ്, സൈസ് എന്ന് പറയുമ്പോൾ തമ്മിൽ ഏറ്റവും വലിയതുള്ള സീഡ്സ് അല്ലേ, പിന്നെ പ്രോപ്പർ ഷേപ്പ് ആയിരിക്കണം, ഹാവിങ് എ നോർമൽ വെയിറ്റ്, സാധാ വെയിറ്റ് ഉണ്ടാവണം, നോർമൽ വെയിറ്റ് ഒന്നും ഇല്ലാത്ത സീഡ് എടുക്കാൻ പാടില്ല, പിന്നെ സീഡ് കോട്ട്, അതിൻ്റെ സീഡ് ആ കവറില്ലേ, കവറിങ് പ്രോപ്പർ ആയിരിക്കണം. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ്, പ്ലാൻ സെലക്റ്റഡ് ഫോർ സീഡ് കളക്ഷൻ, ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് സീഡ്സ് ആർ ഗിവൺ ബിലോ, പുട്ട് എ ടിക്ക് മാർക്ക് ഇൻ അപ്രോപ്രിയേറ്റ് ബോക്സ്. അപ്പോൾ ഇവിടെ കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നമ്മൾക്കത് ഏതാണെന്ന് ടിക്ക് ചെയ്യണം. പ്ലാൻ സെലക്റ്റഡ് ഫോർ സീഡ് കളക്ഷൻ, ഇനി സീഡ് കളക്ഷന് സെലക്ട് ചെയ്യുന്ന പ്ലാന്റ് എങ്ങനെയുണ്ടായിരിക്കണം? അപ്പോൾ അവിടെ ഓപ്ഷൻ ഉണ്ട്, ലോ ഈൽഡിങ്, ഹൈ ഈൽഡിങ്, ഹെൽത്തി പ്ലാൻ, ഇൻഫെക്റ്റഡ് പ്ലാൻ, സ്റ്റാൻഡേർഡ് ഗ്രോ. ലോ ഈൽഡിങ് നമ്മൾ സെലക്ട് ചെയ്യുമോ? ഇല്ല അല്ലേ. ഹൈ ഈൽഡിങ് യെസ്, അപ്പോൾ നമുക്ക് ടിക്ക് ഇടാം. ഹെൽത്തി പ്ലാന്റ്സ് അല്ലേ, ഡെഫിനറ്റ് ആയിട്ടും ഹെൽത്തി പ്ലാന്റ്സ് വേണം. ഇൻഫെക്റ്റഡ് പ്ലാന്റ് നോ. സ്റ്റാൻഡേർഡ് ഗ്രോത്ത് എന്ന് വെച്ചാൽ വളർച്ച മുരടിച്ചത് വേണ്ടല്ലോ. ഇനി ഫ്രൂട്ട് സെലക്റ്റഡ് ഫോർ സീഡ് കളക്ഷൻ, ഇനി സീഡ് കളക്ഷൻ എങ്ങനെ, പ്ലാന്റ് നമുക്ക് മനസ്സിലായി എങ്ങനെയല്ല, സീഡ് എങ്ങനത്തെ കളക്ട് ചെയ്യണമെന്നാണ്. അപ്പോൾ ഫ്രൂട്ട് ഫ്രോംഡ് അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് പ്ലാന്റ്സ് ഓഫ് ലൈഫ് സ്പാൻ, ഇനീഷ്യൽ സ്റ്റേജസിൽ ഉണ്ടായ ഫ്രൂട്ട്സ് ആണോ? അല്ല, നമ്മൾ നേരത്തെ പഠിച്ചല്ലേ, ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ആണോ? അല്ല, ഫ്രൂട്ട് ഫോംഡ് അറ്റ് ദ മിഡിലാണ് അല്ലേ. ഫ്രൂട്ട് ഫുള്ളി റിപ്പൻഡ്, നല്ല പഴുത്തതായിരിക്കണം അല്ലേ, നോട്ട് റിപ്പൻഡ്, പഴുത്തതല്ല, അപ്പോൾ അത് വേണ്ട നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലാന്റ് ഏതാണെന്ന് മനസ്സിലായി, അതിലുള്ള സീഡ് ഏതാണെന്ന് മനസ്സിലായി, സോറി ഫ്രൂട്ട് എങ്ങനെയുള്ളതും വേണമെന്ന് മനസ്സിലായി. ഇനി എങ്ങനെയാണ് സീഡ്? ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്, ഡെഫിനിറ്റ് ഷേപ്പ് വേണം. ഹാവ് എ നോർമൽ വെയ്റ്റ്, യെസ് നോർമൽ വെയ്റ്റ് വേണം. ഹാവ് ഡാമേജ്ഡ് സീഡ് കോട്ട്, നോ. ലൈറ്റ് വെയ്റ്റ്, നോ. നോർമൽ സൈസ്, യെസ് നോർമൽ സൈസ്. അപ്പോൾ ഇത്രയാണ് അല്ലേ, നല്ലൊരു ഹൈ ഈൽഡിങ് ഹെൽത്തി പ്ലാന്റിൽ നിന്ന്, അതിൻ്റെ മിഡിൽ ഓഫ് ദ ലൈഫ് സ്പാനിൽ നിന്ന് ഉണ്ടായ ഫ്രൂട്ട് ആയിരിക്കണം, പഴുത്തതായിരിക്കണം. എന്നിട്ട് അതിലത്തെ സീഡ് എങ്ങനെയുള്ളതായിരിക്കണം? ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടായിരിക്കണം, നോർമൽ സൈസ് ആയിരിക്കണം, നോർമൽ വെയ്റ്റും ആയിരിക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.